ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പംകിൻ ടോക്സ്. അപ്പോൾ പംകിൻ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളോട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഇമെയിൽ അയച്ചും ചോദിച്ചേക്കുന്ന ഒരു ഡൗട്ടിനുള്ള ഒരു ആൻസർ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ആ ഡൗട്ട് എന്താണെന്ന് ആദ്യമേ തന്നെ പറയാം. KCET എക്സാം എഴുതാതെ കർണാടകയിൽ BSc നഴ്സിങ്ങിന് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ ഇല്ലയോ? അതാണ് ഒരുപാട് കുട്ടികൾ നമ്മളുടെ അടുത്ത് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ഡൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ ഇറങ്ങിയ നോട്ടിഫിക്കേഷൻ, അതായത് KCET എക്സാം വേണം എന്ന് പറഞ്ഞിട്ട് കർണാടക ഗവൺമെൻറ് ഇറക്കിയ നോട്ടിഫിക്കേഷൻസിൽ വന്നേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KCET എക്സാം എഴുതാത്തവർക്ക് BSc നഴ്സിങ്ങിന് കർണാടക കോളേജിൽ പഠിക്കാൻ പറ്റില്ല, അങ്ങനെയായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ആ ഒരു ഇതനുസരിച്ചിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞിടയ്ക്ക് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് KCET എക്സാം എഴുതാതെ നിങ്ങൾ BSc നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാൻ പോകരുതും. കുറേ കോളേജുകൾ അങ്ങനെ അഡ്മിഷൻ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ നോക്കുവാണെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോളേജിന് INC അതുപോലെ തന്നെ KNC അപ്രൂവൽ ഉണ്ടായിരിക്കണം എന്ന് നോക്കണം. അതുപോലെ തന്നെ ആ കോളേജ് യൂണിവേഴ്സിറ്റി അംഗീകാരം ഉണ്ടായിരിക്കണം എന്ന് നോക്കണം. എന്നിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോഴത്തേക്കും ആ കോളേജുകാരോട് ചോദിക്കണം, നിങ്ങളെ ആ INC സീറ്റിലോട്ട് തന്നെ, അംഗീകാരമുള്ള സീറ്റിലോട്ടാണോ അഡ്മിഷൻ എടുക്കുന്നതെന്നൊക്കെ ചോദിച്ച് ഞങ്ങളൊരു വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമ്മൾ പിൻ ചെയ്തേക്കാം. അപ്പോൾ ആ വീഡിയോയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് കുട്ടികൾ നമ്മുടെ അടുത്ത് ഡൗട്ട് ചോദിക്കാൻ വന്നത്. ഈ ഇടയ്ക്ക് കർണാടക ഗവൺമെൻറ്റും അതുപോലെ തന്നെ മെഡിക്കൽ ബോർഡും ഒക്കെ ഒരുമിച്ച് തീരുമാനിച്ച് ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. അതായത് KCET എഴുതാത്ത കുട്ടികൾക്കും 20% സീറ്റ്, ഓരോ കോളേജുകളിലും 20% സീറ്റ് KCET എഴുതാത്ത കുട്ടികൾക്ക് BSc നഴ്സിംഗിന് ചേരാൻ കൊടുക്കാം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് മാറിയെന്ന് വിശ്വസിക്കുന്നു. കാരണം നിങ്ങളിപ്പോൾ KCET എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കർണാടകയിൽ BSc നഴ്സിംഗിന് ഈ വർഷം ചേരാൻ പറ്റും. ഇനി നിങ്ങൾ കോളേജുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കോളേജിൽ ഇനി അഡ്മിഷൻ എടുക്കാൻ പോകുകയാണ്, അതായത് KCET ഇല്ലാത്തത് കൊണ്ട് കർണാടക വേണ്ടാന്ന് വെച്ചിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് അവിടെ പോയി അഡ്മിഷൻ എടുക്കാം. പക്ഷേ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം, ആ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കോളേജുകൾ INC അതുപോലെ തന്നെ KNC അപ്രൂവൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുള്ള കോളേജുകളിലായിരിക്കണം നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത്. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ കോഴ്സ് നിങ്ങൾ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വാലിഡ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുറത്ത് ജോലിക്കൊക്കെ പോകുമ്പോഴും ഈ അംഗീകാരം, അതായത് ഈ വർഷം തൊട്ട് ഇനി അംഗീകാരം ഇല്ലെങ്കിൽ, നിങ്ങൾ അംഗീകാരമില്ലാത്ത കോളേജുകളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം INC മാറിയിട്ട് വേറൊരു നഴ്സിംഗ് ഒരു ഓർഗനൈസേഷൻ വരുന്നുണ്ട് എന്നുള്ളത് ഈ വർഷം തൊട്ട് വരുന്നുണ്ട് എന്നുള്ള ഒരു ന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം. എന്തായാലും INC അംഗീകാരമുള്ള കോളേജുകളിൽ മാത്രമേ അഡ്മിഷൻ എടുക്കാവുള്ളൂ എന്നുള്ള ആ ഒരു ചിന്തയോടെ മാത്രം കോളേജുകളിൽ പോയി അന്വേഷിക്കുക. അതിനനുസരിച്ച് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ്. അതുവരേക്കും ബൈ.